പാപ്പമാര് മുത്തക്കീങ്ങളായി തസ്ബീഹുമാലയും എടുത്ത് പള്ളി കയറിയത് കൊണ്ട് ഇവിടെ ദീന് നിലനിൽക്കണമെന്നില്ല. കുറെ കുഞ്ഞുമക്കള് മദ്രസയിൽ വന്ന് സലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമാകില്ല. ഓരോ പ്രദേശത്തെ ഈ യുവജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വിവരമുള്ളവരാകണം. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പാലിച്ചു ജീവിക്കുന്നവരാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് ലഭിക്കാനുള്ളത് അല്ലാഹുവിന്റെ അർശിന്റെ തണലാണ്. ഇന്ന് ഗൾഫുകാരനും നാട്ടുകാരനും എല്ലാം മക്കൾക്ക് കളിക്കാനും ചിരിക്കാനും ജീവിക്കാനും കുറെ പണമുണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി മറന്നുപോയി. എന്നാൽ അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയോട് പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകിയത് സ്വർഗമാണ്, ലോകത്തെ അധികാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ മകള് ഫാത്തിമാക്ക് കൊടുത്തത് 4 കൊട്ടാരവും 5 വെപ്പാട്ടികളും ആയിരുന്നില്ല. ഫാത്തിമാനോട് വിളിക്കുന്നു. വഫാത്തിന്റെ സമയത്ത് കാരുണ്യത്തിന്റെ കേദാരമായ അനുഗ്രഹത്തിന്റെ ആശീർവാദത്തിന്റെ എല്ലാ സൽഗുണങ്ങളുടെയും സമീക്ഷയായ റസൂലുള്ള വിളിക്കുന്നു, അല്ലയോ പൊന്നുമോളെ ഫാത്തിമ, ലാ കർബലി അബീകി ബഅദൽ യൗം, മോളെ ഫാത്തിമ, ഞാൻ ഇവിടുന്ന് യാത്ര ചോദിക്കുകയാണ്, വൈകാതെ നീയും അങ്ങ് വരണേ മോളെ എന്ന് പറഞ്ഞ് പൊന്നുമോളാകുന്ന ഫാത്തിമാനെ പറുദീസയിലേക്ക് വിളിച്ചിട്ടാണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. ഒരു ഏരിയയുടെയും ഗവർണറാക്കിയില്ല, രാജ്യത്തിന്റെ ഖലീഫയാക്കിയില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, തന്റെ ഇടമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ നിയമത്തെ കാറ്റിൽ പറത്താൻ റസൂലുള്ളാഹിക്ക് പറ്റൂല. അതുകൊണ്ട് പൊന്നുമോളെ ഫാത്തിമാക്ക് രാജ്യത്തിന്റെ ഗവർണർ സ്ഥാനം കൊടുത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പണ്ഡിതയാണ്, സുന്ദരിയാണ്, ആരോഗ്യമുള്ളവരാണ്. 4 ഖലീഫമാരുടെയും കാലശേഷം വരെ ജീവിച്ചിരുന്ന മഹതിയാണ്. പക്ഷേ രാജ്യത്തിന്റെ ഖിലാഫത്ത് കൊടുത്തോ ഇല്ല, പള്ളിയിലെ ഇമാമത്ത് കൊടുത്തോ ഇല്ല, പള്ളി കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് കൊടുത്തോ ഇല്ല, ഒരു രാജ്യത്തിന്റെയും പഞ്ചായത്തിന്റെ മെമ്പറാക്കിയോ ഇല്ല, പാർലമെന്റിലെ അംഗമാക്കിയോ ഇല്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സുന്ദരിയായ വത്സലയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുക്കാത്ത അധികാര പീഡനങ്ങളാണോ സഹോദര നീ നിന്റെ പൊന്നുമോൾക്ക് വേണ്ടി വെച്ചു നീട്ടുന്നത്? നിനക്ക് അല്ലാഹുവിന്റെ മതത്തോട് ബന്ധമുണ്ടോ? ഇനി നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സന്തത സഹചാരിയാണ് മരിദൽ ഹബീബ് ഫസുർതുഹു ഫമരിൽതു മിൻ നസഫി ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാണ്? മരിദൽ ഹബീബ് ഫസുർതുഹു. റസൂലുള്ളാഹിക്ക് പനി ബാധിച്ചപ്പോ ഞാൻ റസൂലുള്ളാഹിനെ കാണാൻ പോയി. ഫമരിൽതു മിൻ നസഫി ഇലൈഹി. റസൂലുള്ളാഹിന്റെ പനി കണ്ടപ്പോ എനിക്ക് പനിയായി പോയി. ശുഫിയൽ ഹബീബു ഫസറനി ഫശഫീതു മിൻ നബരി ഇലൈഹി. എന്റെ റസൂലുള്ളാഹിന്റെ പനി മാറിയിട്ട് എന്നെ കാണാമെന്ന് ആ ഹബീബായ റസൂലുള്ളാഹിക്ക് പനിയില്ലെന്ന് കണ്ടപ്പോൾ എന്റെ രോഗവും മാറി. ആ നിലയിൽ ജീവൽ ബന്ധുവായി കഴിഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖജനാവിന്റെ താക്കോല് കൊടുത്തിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രധാനമന്ത്രിയെ പോലെയല്ല, കഷ്ടപ്പെടാനുള്ള സേവനത്തിനു വേണ്ടിയുള്ള റോളാണ്, അല്ലാതെ കേവലമായ റോയൽറ്റിയല്ല. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ട് അവസാന മുഖറവിയായ ഷഹീദാ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധുവായ ഞാൻ സംസാരിച്ച 130ഓളം മണിക്കൂർ സീഡികളുണ്ട് റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രം. അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. റസൂലുള്ളാഹിന്റെ സൗന്ദര്യം, റസൂലുള്ളാഹിന്റെ ജനനം മുതൽ യൗവനം വരെ, റസൂലുള്ളാഹിന്റെ പ്രേമം മാത്രം 37 വള്ളുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചതിന്റെ സീഡികൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശദമായി കടന്നു പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രിയപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇദാ സലക ഉമർ ഫീ തരീഖിൻ സലക ശൈത്താനു ഫീ തരീഖിൻ ആഖർ. ആ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിൽ ഷഹീദാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖറവിയായ ഷഹീദാണെന്ന് മുല്ല അലിയുൽ ഖാരി ഫളായിലു അബീ ബക്കർ സിദ്ദീഖിലെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മിർഖാത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ പല ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഷഹീദാണ്. നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ ഷഹീദാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ റസൂലുള്ളാഹിന്റെ മരുമകനാണ്, 3ാമത്തെ ഖലീഫയാണ്, ഷഹീദുൽ ഖുർആൻ. അവിടുന്ന് ഷഹീദാണ്, കൊല ചെയ്യപ്പെട്ട മഹാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഷഹീദാണ്. റസൂലുള്ളാഹിന്റെ പൊന്നുമോൻ പ്രിയപ്പെട്ട പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. ഹസൻ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയായിരുന്ന സഹോദരനായിരുന്ന ജഅഫർ തയ്യാർ ഷഹീദാണ്. വൈദ് ബിൻ ഹാരിസ ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിച്ച മുഴുവൻ ആളുകൾക്ക് റസൂലുള്ളാഹ് നൽകിയത് സ്വർഗത്തിലെ പദവിയാണ്, ഷഹാദത്തിന്റെ പദവി. അവിടുന്ന് ദുനിയാവിൽ കൊല ചെയ്യപ്പെട്ടവരാണ് അവരെല്ലാം. പഠിച്ചു നോക്കൂ, ഞാൻ കുറച്ച് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ മകള് ഫാത്തിമയുടെ പൊന്നുമോനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിൽ കൊല ചെയ്യപ്പെടുകയും അവിടുത്തെ കഴുത്ത് അറുത്തുമാറ്റപ്പെടുകയും ചെയ്തു. അവസാനം അസ്കലാൻ എന്ന് പറയുന്ന നാട്ടിൽ കൊണ്ടുപോയി ഖബറടക്കി. ഇബ്നു സിയാദിന്റെ പട്ടാളം, അതുപോലെ തന്നെ യസീദിന്റെ അനുയായികൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പരസ്യമായി പ്രകടനം നടത്തി. അങ്ങനെ അവിടുത്തെ കഴുത്തറുക്കപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. റശ്ഫത്തുസ് സ്വാദി ഫീ ബഹരി ഫളാഇൽ ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അസ്കലാൻ എന്ന് പറയുന്ന നാട്ടിൽ കബറടക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഖബറടക്കിയത്. ഇന്ന് ഈജിപ്തിലാണ് റഅസുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല ഖബറടക്കം ചെയ്തിട്ടുള്ളത്. അവസാനം 2 ആലിമീങ്ങൾ, ഒന്ന് ശാഫഈ മദ്ഹബിലെ വലിയൊരു പണ്ഡിതനും മാലികി മദ്ഹബിലെ വലിയൊരു പണ്ഡിതനും, ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ തല ഖബറടക്കപ്പെട്ട ആ തലത്തൊരു കുഴിയുണ്ടായപ്പോൾ പള്ളിക്ക് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടി വന്നപ്പോ ആ ഖബർ തുറക്കപ്പെട്ടതായി കാണുന്നു. സ്വർണത്തിന്റെ പാത്രത്തിൽ പട്ടിൽ പൊതിഞ്ഞ് ഖബറിൽ വെച്ചിരിക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിഞ്ഞതെന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുമ്പോൾ, മോനെ, ഭൗതിക ലോകത്ത് അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചാൽ നാളെ സുന്ദരമായ ഖബറാണ്. അത് കല്ലറയല്ല, മണ്ണറയല്ലാതെ മണവറയാണ്. അതേ സമയത്ത് റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫരിൻ നീറാൻ. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു പരവതാനിയാണ്, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോട്ടമാണ് ഖബർ. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു കുണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോഴും
എന്ത് വേണം? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള വിചാരം ഈ സമുദായത്തിന്റെ കൽബിൽ രൂഢമൂലമായി വളരണം. അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാർത്തെടുത്തത്. പടക്കളത്തിന്റെ ചാരത്തേക്ക് പോകുമ്പോഴും ആദർശത്തിന്റെ ഗിരിശൃംഗങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് ബാക്കിയാക്കാൻ വേണ്ടി ജീവിതത്തിന്റെ മട്ടുപ്പാവുകളെ തട്ടിയെറിഞ്ഞിട്ട് അവിടുന്ന് ജീവിതം മുഴുവനും ഹോമിക്കപ്പെട്ടവരാണ് മഹാന്മാരായ ആളുകൾ. ഞാൻ നീട്ടിപ്പറയുന്നില്ല. അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സാന്നിധ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ അറിഞ്ഞ മഹാന്മാർ ബഹുമാനപ്പെട്ട ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ കഥ വഅദിൽ പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല, അത് ഉൾക്കൊള്ളാനുള്ളതാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ. ഒന്നാമതായി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഒന്നും കാണാത്ത വിധത്തിൽ, ശരീരത്തിന്റെ വർണ്ണങ്ങളും വണ്ണവും അറിയാത്ത വിധത്തിലുള്ള വസ്ത്രധാരണമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇത് പറയുമ്പോ പറയും, മുസ്ലിയാരെ എല്ലാ മുസ്ലിയാക്കന്മാരും ഇതാ വഴതു പറയുന്നത് എല്ലാ കൊല്ലവും ഞങ്ങൾ കേൾക്കുന്നതാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെങ്ങളെ മറക്കണ്ട, നിനക്ക് സൗന്ദര്യം നൽകിയവൻ അല്ലാഹുവാണ്. ഈ നിയമം അല്ലാഹുവിന്റേതാണ്. പണ്ട് കൊമ്പത്തരം കാണിച്ച ഉമ്മമാര് പെങ്ങന്മാര് ഇന്ന് പള്ളിക്കാട്ടിൽ കുഴിയുടെ അടിയിലുണ്ട്. നിയമം അവർക്ക് വന്നുപോയില്ലേ മോളെ? അവര് ചെത്തിപ്പൊളിച്ച സുന്ദരമേനികളിപ്പോ പുഴുക്കൾ മത്സരിച്ച് കടിച്ചു പറിക്കുന്നുണ്ട് പോലെ. അവര് നല്ല മാലയിട്ട കഴുത്തിൽ നിന്ന് മാല ഊരിയെടുത്തില്ലേ മോളെ? മോതിരമിട്ട കൈകൾ അവിടുന്ന് മണ്ണിനോട് ലയിച്ചു പോയില്ലേ മോളെ? എവിടെ പോയി സൗന്ദര്യം? എവിടെ പോയി കാന്തി? എവിടെ പോയി പ്രദർശനം? എവിടെ പോയി? അവരുടെ എല്ലാം മണ്ണിന്റെ അടിയിലേക്ക് മറമാടപ്പെട്ടുപോയി. അവര് ചരിത്രാവശേഷിയായി പോയില്ലേ? അപ്പൊ അതുകൊണ്ട് മോളെ, നിന്റെയും യാത്ര എന്നാന്നറിയാൻ പറ്റൂല. മംഗലാപുരത്ത് ലാൻഡ് ചെയ്ത ഫ്ലൈറ്റിലുള്ളവർ ഇനി ജീവിതം വേണ്ടാന്ന് പറഞ്ഞിറങ്ങിയതല്ല, ഒരുപാട് ജീവിക്കാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്നോരാ. ഒരുപാട് ജീവിത സ്വപ്നങ്ങളുമായി വന്നവരാണ്. പക്ഷേ അവരുടെ ജനാസ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ പലരും മരണപ്പെട്ടുപോയി, ചാമ്പലായി പോയില്ലേ മോളെ? ഇത് കണ്ടിട്ട് എന്തുകൊണ്ട് നിനക്ക് ബോധം വരുന്നില്ല? വെറുതെ ആലോചിച്ചു നോക്കൂ മോളെ. അതുകൊണ്ട് നിന്റെ ശരീരം അല്ലാഹുവിനെ പേടിച്ച് നിന്റെ മുടി മറച്ച് നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മറച്ചുകൊണ്ട് നടക്കണം. ഇന്ന് വല്ലാത്ത ഗതികേടുള്ള കാലാണ്. ഇന്ന് മുസ്ലിയാക്കന്മാരെ ഭക്ഷണത്തിന് വിളിച്ചാലും വിളമ്പിത്തരാൻ താത്താമാര് വരുന്ന ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. എന്തോ അങ്ങനെയൊക്കെ ഇല്ലേ? എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ട് പറയാ. എവിടെത്തിപ്പോയി? ഇസ്ലാമിന്റെ നിയമങ്ങൾ മുഴുവനും പരിഷ്കാരത്തിന്റെ പച്ചവേദികളിൽ വെച്ച് പരസ്യമായി പിച്ചു ചീന്തുകയും വലിച്ചെറിയുകയും ചെയ്തിട്ട് ഒരാൾക്കൊരു പ്രശ്നവുമില്ല. 4 പെമ്പിള്ളാര് മഹല്ലിൽ ഓടിപ്പോയിട്ട് ഏതെങ്കിലും പ്രസിഡന്റ് തല കറങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും സമുദായത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കേരളവും ഇന്ത്യയുമെല്ലാം ഒരുപാട് തെറ്റുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ ആർക്കെങ്കിലും വല്ല ഛേദമുണ്ടോ? ഒരു ഛേദവും ഇല്ല. മറിച്ച് സെക്സ് ടൂറിസത്തിലൂടെ പണം ഉണ്ടാക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പെമ്പിള്ളാരുടെ ചാരിത്രം പോയാലും വേണ്ടിയില്ല, ഖജനാവ് വലുതാവണമെന്ന അതിന്റെ അർത്ഥം. കാരണം തായ്ലൻഡ് പോലെ തായ്വാന് പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം സെക്ഷൽ ടൂറിസത്തിലൂടെ പണമുണ്ടാക്കിയപ്പോ 16കാരികളും 17കാരികളും പരസ്യമായി കച്ചവടം ചെയ്യപ്പെടുന്ന രാജ്യങ്ങളാ. നിങ്ങൾ വായിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. വിശദമായി ഞാൻ പറയുന്നില്ല. തായ്ലൻഡിൽ മാമ്പഴം വേണമെന്ന് ബോർഡ് കാണാവുന്ന, മാമ്പഴം എന്ന് പറഞ്ഞാൽ നല്ല കർപ്പൂരം മാങ്ങ കിട്ടുമെന്നല്ല, 16കാരിയെ കച്ചവടം ചെയ്യാനുള്ള ബിസിനസ് സൈറ്റിലാണ്. ഇതുപോലെയുള്ള ക്യാപ്ഷൻസുകളിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത നീതിപീഠങ്ങൾ ഇവിടെ വ്യഭിചാരികളെ നിയന്ത്രിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോ അതിന് നിയമം അനുവദിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടവരാണ്. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത നീതിപീഠത്തിലിരിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ എല്ലാ നിയന്ത്രണവും വിട്ടു എന്നതിന്റെ തെളിവാണ്.
അതുപോലെ എന്തെല്ലാം നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതിപീഠങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ കൺട്രോളില്ല, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ സാമൂഹിക ഘടനയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയപ്പെട്ട മഹദികളായ ഉമ്മഹാത്തുൽ മോമിനീങ്ങളും നയിക്കുന്ന സ്വർഗത്തിലേക്ക് പോണോ?